അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് തീമോഥെയോസിന് 2-ാം ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കാൻ വേണ്ടി തീമോഥെയോസിനെ പൗലോസ് ക്ഷണിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, പൗലോസ് തീമോഥെയോസിനെ കഷ്ടം സഹിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പൗലോസ് കണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് കണ്ടത്? പൗലോസിനറിയാം, പൗലോസിന്റെ മേലും തീമോഥെയോസിന്റെ മേലും വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഒരു ദൈവിക ശക്തിയുണ്ട്. ആ ദൈവിക ശക്തിയുടെ മഹത്വം പൗലോസ് അനുഭവിച്ചത് കൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, ആ നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മഹത്വം നീ അനുഭവിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, ഇപ്പോഴുള്ള കഷ്ടതയെക്കാട്ടിലും അധികമായ കഷ്ടത വന്നാൽ അതിനെയും തരണം ചെയ്യുവാൻ നീ മനസ്സുള്ളവനാകുമെന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. പൗലോസ് പറയുന്നു, നീ തീമോഥെയോസിനോട് പറയുന്നു, നീ എന്നോട് കഷ്ടം സഹിക്കാന്ന് പറയാനുള്ള പ്രധാന കാരണം, പൗലോസ് തീമോഥെയോസിൽ കണ്ടത്, തീമോഥെയോസിന് മേലുള്ള ആത്മാവിന്റെ 1-ാമത്തെ പ്രത്യേകത അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ഭയത്തിന്റെ ആത്മാവല്ല. അവിടെ പറഞ്ഞു ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ദൈവമക്കളെ, കഷ്ടതയെ അതിജീവിപ്പാൻ നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് തന്ന നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി മനസ്സിലാക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതിരിക്കാനാണ് ദൈവം തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്, അത് ശക്തിയുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ചില വള്ളിച്ചെടികളൊക്കെ നട്ട് കഴിയുമ്പോൾ അതിനടുത്ത് ഒരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു കൊമ്പുകൾ നമ്മൾ വെക്കും. എന്നിട്ട് ആ ചെടിയെ അതിൽ ചുറ്റിക്കെട്ടി നമ്മൾ കയറ്റി വിടും. കാരണം എന്താ? ആ ചെടി ബലഹീനമാണ്, അതുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ കൊമ്പിന്റെ സഹായത്താൽ അത് വളരപ്പെടണം. നമ്മൾ ബലഹീനരാണെന്ന് കണ്ടതുകൊണ്ടാണ് ദൈവം തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. ആ തന്ന പരിശുദ്ധാത്മാവിന്റെ ബലം പലപ്പോഴും നമുക്കറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളതറിയുക, എന്താ? ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിന്റെ 1-ാമത്തെ പ്രത്യേകത ഇത് ധൈര്യത്തിന്റെ ആത്മാവാണ്. 2, ഇത് സുബോധത്തിന്റെ ആത്മാവാണ്. 3, ഇത് സ്നേഹത്തിന്റെ ആത്മാവാണ്. 4, ഇത് നടത്തുന്ന ആത്മാവാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളെയൊക്കെ സുബോധത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിച്ചറിയും. കഷ്ടത എത്ര വലുതായിക്കോട്ടെ, ആ കഷ്ടതയെ അതിജീവിപ്പാൻ നിങ്ങൾക്ക് കൃപ നൽകുവാൻ, നിങ്ങൾക്ക് ആലോചന പറയുവാൻ ദൈവം തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ ദൈവം തന്ന ദാനത്തെ അതേ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ബലം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടും സന്തോഷത്തോടും മുൻപോട്ട് പോകുക. എല്ലാ കഷ്ടതകളെയും അതിജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. വിശ്വസിച്ച് മുൻപോട്ട് പോകുക. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെ ദൈവം തന്നത്. ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.